പ്രിയ വിദ്യാർത്ഥികളെ, മാർച്ച് 2024 നടന്ന ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ആനുവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മണിക്കൂറാണ് എക്സാം, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 7. ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല, എല്ലാം കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്, ഓരോ മാർക്ക് വെച്ച്. ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിന് സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് വേണം. അതേതാണ്? ഇൻവെന്ററി, ഡെറ്റർ, സർക്കുലർ, വൗച്ചർ. ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വൗച്ചറാണ്. വൗച്ചർ ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. ഡാഷ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൊഡക്ട്സ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റാണ് പ്രൂഡൻസ് എന്ന് അറിയപ്പെടുന്നത്. ഡാഷ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൂഡൻസ്. ഇതിൽ സി ആണ് കൺസർവേറ്റിസം. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് ഓഫ് ബാങ്ക്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ എന്തുകൊണ്ട് ഡിഫറൻസ് ഉണ്ടായി, അതിനെ തമ്മിൽ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അക്കൗണ്ട് ഹോൾഡർ ആണ് ഇത് ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ ബാങ്കർ, ഡെപ്പോസിറ്റർ അല്ലെ അക്കൗണ്ട് ഹോൾഡർ, അതാണ് കറക്റ്റ് ആൻസർ. അക്കൗണ്ടന്റ്, ക്യാഷ്യർ, ഇതില് ഡെപ്പോസിറ്റർ ആണ് കറക്റ്റ് ആൻസർ. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് ഈസ്, അതിന്റെ ആൻസർ എറർ ഓഫ് കമ്മീഷൻ ആണ്. എറർ ഓഫ് കമ്മീഷൻ അല്ല, എറർ ഓഫ് പ്രിൻസിപ്പിൾ അല്ല, കോമ്പൻസേറ്റിംഗ് എറർ അല്ല, എറർ ഓഫ് കമ്മീഷൻ ആണ്. റോങ് ബാലൻസിങ്, റോങ് ടോട്ടലിംഗ്, ഇതെല്ലാം എറർ ഓഫ് കമ്മീഷൻ ആണ്. ഡാഷ് റിസർവ് ഈസ് ദ intention of net profit, retention of net profit not meant for specific purpose. ഒരു പ്രത്യേക കാര്യങ്ങൾക്കല്ലാതെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്ന പ്രത്യേകിച്ച് ലക്ഷ്യമില്ല, ജനറൽ പർപ്പസിന് വേണ്ടി. അത് ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ്, ഡി ആണ് കറക്റ്റ് ആൻസർ. എക്സ്പെൻസസ് ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉള്ള എക്സ്പെൻസിനെ പറയുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് അതിന്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചാർജ്, അതിന്റെ ഇറക്ഷൻ ചാർജസ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വിടും. അത് റണ്ണിങ് കണ്ടീഷൻ ആകുന്നിടം വരെയുള്ള ഫിക്സഡ് അസറ്റിന്റെ ചെലവുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, ഒരിക്കലും റണ്ണിങ് കണ്ടീഷൻ ആയിട്ട് പിന്നീട് തുടർന്ന് വരുന്ന എക്സ്പെൻസ്, അതായത് അതിന്റെ ഡിപ്രീസിയേഷൻ, അതിന്റെ മെയിൻ്റനൻസ്, റിപ്പയറിംഗ് ചാർജസ്, ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ് ഷോൺ ഇൻ ഡാഷ്. അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രയൽ ബാലൻസ് വരുമ്പോൾ അഡ്ജസ്റ്റഡ് ആണ്, അഡ്ജസ്റ്റഡ് ഐറ്റം ആണ്, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നേരം അത് പിന്നീട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട കാര്യമില്ല, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. അന്നേരം ഇതിന്റെ ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത് വൗച്ചർ, കൺസർവേറ്റിസം, ഡെപ്പോസിറ്റർ, എറർ ഓഫ് കമ്മീഷൻ, ജനറൽ റിസർവ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്. അടുത്തത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 12. 8 മുതൽ 12 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഇവിടെ ഓപ്ഷൻ ഇല്ല. ഈച്ച് ക്യാരീസ് 2 സ്കോർ, 2 സ്കോർ ആണ്. അതിന് ഹിന്റ് കൊടുത്തേക്കുന്നത് ഫിൽ ഇൻ ദി ടേബിൾ എന്നാണ് കൊടുത്തേക്കുന്നത്. ഹിന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇവിടെ ക്രെഡിറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ആണ് ആൻസർ. അടുത്തത് എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത ഇൻകം ഡാഷ് ക്രെഡിറ്റ്. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഏത് സമയത്താണ് ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള വീണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇൻക്രീസസ്. അടുത്ത ലയബിലിറ്റീസ് ഡിക്രീസസ് ഡാഷ്. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ്. അടുത്ത ഗിവ് ജേർണൽ എൻട്രി ഫോർ ഗിവൺ ട്രാൻസാക്ഷൻ ഓഫ് അരുൺ ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട്. ലൊക്കേറ്റഡ് ഇൻ പാലക്കാട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് അരുൺ ലിമിറ്റഡ് ഏത് സംസ്ഥാനത്തുള്ള ഒരു ബിസിനസ് ആണെന്ന് പാലക്കാട്, ഇപ്പൊ കേരളത്തിലുള്ള ബിസിനസ് ആണ്. ഓക്കെ. കാരണം ഇന്റർസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ എന്നുള്ളത്. SGST 9%, CGST 9%. ഓക്കെ. പർച്ചേസ്ഡ് മിഷനറി ₹90,000 ഫ്രം കണ്ണൂർ ഫോർ ക്യാഷ്. അന്നേരം അരുൺ ലിമിറ്റഡിന്റെ ബുക്കിലാണ് നമുക്ക് ജേർണൽ എൻട്രി എഴുതാനുള്ളത്. ഗിവ് ജേർണൽ എൻട്രി ഫോർ ഗിവൺ ട്രാൻസാക്ഷൻ ഓഫ് അരുൺ ലിമിറ്റഡ്.
പാലക്കാടുള്ള അരുൺ ലിമിറ്റഡിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ഓക്കെ, അരുൺ ലിമിറ്റഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു കണ്ണൂരുള്ള ഒരു കടയിൽ നിന്ന്. പർച്ചേസ് മിഷനറി ₹9,000 ഫ്രം കണ്ണൂർ ഫോർ ക്യാഷ് കൊടുത്ത് മിഷനറി പർച്ചേസ് ചെയ്തു. നേരം ഇൻട്രാ സ്റ്റേറ്റ് ആണ്, അതായത് ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള ട്രാൻസാക്ഷൻ ആണ്. നേരം CGSTയും SGSTയും അവിടെ വരും. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ IGST മാത്രമാണ് വരിക. ഓക്കെ, നേരം ഗുഡ്സ് അല്ല, ഇവിടെ മിഷനറി ആണ് പർച്ചേസ് ചെയ്തത്. നേരം ജേണൽ എൻട്രി എന്താ? മിഷനറി അക്കൗണ്ട് ലെറ്റർ, ഇൻപുട്ട് CGST അക്കൗണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ട് ടു ക്യാഷ്. നേരം അതിന്റെ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. മിഷനറി അക്കൗണ്ട് ലെറ്റർ 90,000ന്റെ മിഷനറി മേടിച്ചു. അതിന് 9% CGST, 9% SGST ആണ്. നേരം 90,000 9% എന്ന് പറയുന്നത് 8,100 CGST, 8,100 SGST ടു ക്യാഷ്. ഇതെല്ലാം കൂടെ കൂടുന്ന സം ടോട്ടൽ ആണ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്. 1,06,200 being machinery purchased for cash. CGST 9%, SGST 9%. Intra-state transaction. Intra-state ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. അടുത്ത കാര്യം, റൈറ്റ് എനി 2 objectives of preparing ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് വരയ്ക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് അറിയാം, ടു ascertain the arithmetical accuracy of the ledger account. നമ്മൾ തയ്യാറാക്കുന്ന ലെഡ്ജർ അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, കൂട്ടിയത് ശരിയാണോ, പോസ്റ്റ് ചെയ്തത് ശരിയാണോ, വൺ സൈഡ് എറർ എല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റും. ടു ascertain arithmetical accuracy of the ledger accounts. Number 2, to help in locating errors. തെറ്റുകൾ എവിടെയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും. കൂട്ടിയതും കുറച്ചതൊക്കെ ശരിയാണോ എന്നുള്ളതാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും. ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെന്റും തരുന്ന ക്വസ്റ്റ്യനാണ് നിങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് കൊണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കുന്നത്. നേരം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കണമെങ്കിൽ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് ബേസ് ആയിട്ട് അത്യാവശ്യമാണ്. നേരം ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനും ഈ ട്രയൽ ബാലൻസ് അത്യാവശ്യമാണ്. Calculate depreciation from the given information. Cost of the machinery. Machineryയുടെ purchase price എന്ന് പറയുന്നത് 36,000, installation charges 10,000, transportation cost 6,000, scrap value 4,000, estimated life 8 years. Depreciation കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. നേരം മിഷനറി മേടിച്ചത് 36,000, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി 10,000, അതും മിഷനറിയുടെ കോസ്റ്റിൽ പെടും. ഇനി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും മിഷനറി റണ്ണിങ് കണ്ടീഷൻ ആകുന്നതിനും വേണ്ടി വരുന്ന എല്ലാ ചെലവും കോസ്റ്റ് ഓഫ് ദി മിഷനറി ആയിട്ട് വരും. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ പാട്ടവില, അത് നമ്മൾ ലെസ് ചെയ്യണം. കാരണം 8 വർഷം കഴിയുമ്പോൾ മിഷനറി വിറ്റാൽ കിട്ടുന്ന വെറും 4,000 രൂപയാണ്. അതാണ് സ്ക്രാപ്പ് വാല്യൂ. എസ്റ്റിമേറ്റഡ് ലൈഫ് 8 years. നേരം ഡിപ്രീസിയേഷൻ കണ്ടെത്താൻ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് വർക്കിംഗ് ലൈഫ്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അതായത് 36,000 പ്ലസ് 10,000 പ്ലസ് 6,000 എന്ന് പറഞ്ഞാൽ 52,000 ആണ്. ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ്. 52,000 ആണ് കോസ്റ്റ് ഓഫ് ദ മിഷനറി. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ അതിൽ നിന്ന് ലെസ് ചെയ്യണം. അതിനെ 8 years എസ്റ്റിമേറ്റഡ് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 52,000 മൈനസ് 4,000 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 6,000 ആണ് ഡിപ്രീസിയേഷൻ കിട്ടുക. അടുത്ത, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന്, എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ബൈ ദ ഫേം ടു അക്വയർ ഫിക്സഡ് അസറ്റ്. സാധാരണയായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന ഫിക്സഡ് അസറ്റ് മേടിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവാണ്. അതിന്റെ ബെനിഫിറ്റ് ദീർഘകാലത്തേക്ക് കിട്ടും. റവന്യൂ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ബൈ ദ ഫേം ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസ്. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവ്, അതായത് സാലറി കൊടുക്കുക, വേജസ് കൊടുക്കുക, റെന്റ് കൊടുക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, ഇതുപോലെയുള്ള ചെലവുകളാണ് റവന്യൂ. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, അങ്ങനെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പർപ്പസ് ടു ഇൻക്രീസ് ദ ഏണിംഗ് കപ്പാസിറ്റി. നമ്മളൊരു ഫിക്സഡ് അസറ്റ് മേടിക്കുക, അല്ലെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, ഫർണിച്ചർ മേടിക്കുക, ഇതെല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ടു മെയിൻറ്റെയിൻ ദ ഏണിംഗ് കപ്പാസിറ്റി. ഏണിംഗ് കപ്പാസിറ്റി നിലവിലുള്ളത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്.
ഒക്കറൻസ് ഇത് എപ്പോഴാണ് എത്ര ആവർത്തിച്ച് വരുമോ, നോൺ റിക്കറിങ് ഇൻ നേച്ചർ. അത് സംഭവം ഇതിപ്പം നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത വർഷങ്ങളോളം ആ ബിൽഡിംഗ് ആണ്, മിഷനറി മേടിച്ച വർഷങ്ങളോളം ആ മിഷനറി ആണ്, തുടർച്ച വരുന്നില്ല, റിക്കറിങ് വരുന്നില്ല, ആവർത്തനം വരുന്നില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ റിക്കറിങ് നേച്ചർ. ഒരു തവണത്തെ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചാൽ വീണ്ടും അടുത്ത മാസം വീണ്ടും അടയ്ക്കണം. സാലറി ഒരു മാസം കൊടുത്താൽ അടുത്ത മാസം വീണ്ടും കൊടുക്കണം. അതാണ് റിക്കറിങ് നേച്ചർ. ടൈം സ്പാൻ, ഇറ്റ് പ്രൊഡ്യൂസസ് ബെനിഫിറ്റ് ഓവർ സെവറൽ ഇയേഴ്സ്. ഇപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ്, ഇപ്പൊ ഒരു സ്ഥലം മേടിച്ചാൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താൽ ദീർഘനാളത്തേക്ക് കിട്ടും. റവന്യൂ എക്സ്പെൻഡിച്ചറോ ഇറ്റ്സ് ബെനിഫിറ്റ് വിൽ ബി കൺസ്യൂം വിതിൻ ആൻ അക്കൗണ്ടിങ്, ഒരു വർഷത്തിനുള്ളിൽ. ഇപ്പൊ സാലറി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു മാസമേ ഉള്ളൂ. KSCBയുടെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുകയാണെങ്കിൽ ഒരു മാസം ഉള്ളൂ അതിന്റെ ബെനിഫിറ്റ്. അതാണ് ട്രീറ്റ്മെന്റ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവിടെ കാണിക്കും. ഇറ്റ് അപ്പിയേഴ്സ് ആസ് ആൻ അസറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമ്മളൊരു ഫർണിച്ചർ മേടിച്ചാൽ, ബിൽഡിംഗ് മേടിച്ചാൽ, മിഷനറി മേടിച്ചാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണും. റവന്യൂ എക്സ്പെൻഡിച്ചറോ ഇറ്റ് അപ്പിയേഴ്സ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വേജസ് കൊടുത്താൽ ട്രേഡിംഗ് അക്കൗണ്ട് വരും, സാലറി കൊടുത്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. അല്ലാതെ ബാലൻസ് ഷീറ്റിലല്ല വരുന്നത്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, ലോങ് ടൈം ബെനിഫിറ്റ് ഫോർ ദി ബിസിനസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് ലോങ് ടൈം ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഷോർട്ട് ടൈം ആണ്. അന്നേരം ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ഐറ്റം എക്സ്പ്ലെയിൻ എനി 3 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻ, 13 മുതൽ 18 വരെയുള്ളതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. 3 മാർക്ക് വെച്ചാണ്. എക്സ്പ്ലെയിൻ എനി 3 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ വർഷവും തന്നെ എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത്തവണയും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി എന്താ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിലയബിൾ. അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതായിരിക്കണം, വിശ്വസനീയമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറർ. തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. ഫ്രീ ഫ്രം എറർ. ബയാസ്, പക്ഷപാതമോ ഒന്നും പാടില്ല. ആൾസോ വെരിഫയബിൾ. അതിനെ വൗച്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഴ്സ് ഡോക്യുമെന്റിനെ ബേസ് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതായിരിക്കണം. റിലയബിലിറ്റി. റെലവൻസ്, ഇൻഫർമേഷൻ ഇസ് ടു ബി അവൈലബിൾ ഓൺ ടൈം ആൻഡ് മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ. ആ സമയത്ത് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഫർമേഷൻ റെഡി ആയിരിക്കണം. അല്ലാതെ ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ കൊണ്ട് കാര്യമില്ല. അത് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയെങ്കിലേ അതിന് റെലവൻസ് ഉള്ളൂ. അണ്ടർസ്റ്റാൻഡബിലിറ്റി, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഇന്റർപ്രറ്റ് ഇൻ ദി സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേർഡ് ടു ദം. പ്രിപ്പയർ ചെയ്ത ആൾ എന്ത് ഉദ്ദേശിച്ചു അത് തന്നെ ആയിരിക്കണം. അത് ആർക്ക് വായിക്കുന്നോ അല്ലെങ്കിൽ ആരത് ഉപയോഗിക്കുന്നോ അവർക്കത് മനസ്സിലാകാൻ രണ്ടും ഒരേ രീതിയിലായിരിക്കണം. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ ദി സെയിം സെൻസ്. അന്നേരം മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. വേറൊരാൾ തേർഡ് പാർട്ടി വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അടുത്ത കമ്പാരബിലിറ്റി, both interfirm and intra-firm comparison should be possible based on the accounting information. അതായത് 2 ഫേമുകൾ തമ്മിലുള്ള 2 കമ്പനികളുടെ കണക്കുകൾ അല്ല 2 ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കുകളും പരിശോധിക്കുക, കമ്പയർ ചെയ്യാൻ എല്ലാവരും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കണക്കുകൾ ഒരു വർഷത്തെ അടുത്ത വർഷത്തെ ആയിട്ട് കമ്പയർ ചെയ്യണം. ഇൻട്രാഫേം കമ്പാരിസണും സാധ്യമാണ്, ഇന്റർഫേം കമ്പാരിസണും കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ഏതെങ്കിലും 3 പോയിന്റ് ആണ് എഴുതേണ്ടത്. അടുത്ത എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. നമ്മുടെ ബിസിനസ് സ്ഥാപനം ദീർഘനാളത്തേക്ക് നിലനിൽക്കും. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അതായത് ഇത് എന്ന് അവസാനിപ്പിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ട് എത്ര നാൾ വേണേലും തുടരാം. ആ ഒരു എല്ലാ ബിസിനസ് സ്ഥാപനവും എത്ര നാൾ, അല്ലാതെ അടുത്ത ദിവസം അവസാനിപ്പിക്കും അല്ല 1 വർഷമേ ഉള്ളൂ ആയുസ്, ആ രീതിയിലല്ല ബിസിനസ്. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂല് ബിസിനസ് ദീർഘനാളത്തേക്ക് പോകും എന്ന ഒരു ആശയമാണ്. അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. ഡബിൾ എൻട്രി സിസ്റ്റം ബേസ് ചെയ്തേക്കുന്ന തന്നെ അതിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ആസ്പെക്ട്. ഒരു ട്രാൻസാക്ഷന് ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട്. വൺ അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ആൻഡ് അനദർ അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഒരു അക്കൗണ്ടിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം, മറ്റൊന്നിനെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഒക്കെ വരാൻ കാരണം ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഉള്ളതാണ്, ഡെബിറ്റും ക്രെഡിറ്റും. അടുത്ത മാച്ചിങ് കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ
of the appropriate accounting period to determine correct profit or loss of that period. ഒരു വർഷത്തെ യഥാർത്ഥ ലാഭവും നഷ്ടവും എത്രയാണ് കണ്ടെത്താൻ അതാത് വർഷത്തെ ഇൻകവും അതാത് വർഷത്തെ എക്സ്പെൻസ് നമ്മൾ മാച്ച് ചെയ്യണം. ഒരു വർഷത്തെ ഇൻകവും ഒരു വർഷത്തെ എക്സ്പെൻസ് നമ്മൾ മാച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് പ്ലസ് ഉണ്ടായാലാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, മൈനസ് ഉണ്ടായാൽ ലോസ് എന്ന് പറയുന്നത്. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അടുത്ത പ്രിപ്പയർ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം, ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം. ക്യാഷ് പർച്ചേസ് രേഖപ്പെടുത്തില്ല. മിഷനറി മേടിച്ചാലൊന്നും, അതുപോലത്തെ അസറ്റ് മേടിച്ചാലും ഇതിനകത്ത് രേഖപ്പെടുത്തില്ല. ഇതിനകത്ത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് രേഖപ്പെടുത്താനുള്ള സ്പെഷ്യൽ ഡേ ബുക്ക് ആണ് പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്കിൽ ഇവിടെ പർച്ചേസ് ഫ്രം ആർദ്ര ട്രേഡേഴ്സ് 50 കിലോഗ്രാം അരി മേടിച്ചിട്ടുണ്ട്, 40 രൂപ കിലോയ്ക്ക്. 30 kg ഷുഗർ അറ്റ് റേറ്റ് ₹25 per kg. ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. അതേപോലെ തന്നെ പർച്ചേസ് ഫ്രം അഖില ട്രേഡേഴ്സ് 10 ടീ ബാഗ് അറ്റ് റേറ്റ് ₹120 per bag, 20 pack ബിസ്ക്കറ്റ്സ് അറ്റ് റേറ്റ് ₹150 per pack. ഇത്രയാണ് കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇതിൻ്റെ ഒന്നും മാർക്ക് ഒരു കാരണവശാലും പോകരുതാത്തതാണ്. പർച്ചേസ് ഡേ ബുക്ക് അന്നേരം ഇതിന്റെ കോളമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡേറ്റ്, ഇൻവോയ്സ്, നെയിം ഓഫ് ദി സപ്ലയർ, ലെഡ്ജർ, ഫോളിയോ, എമൗണ്ട്. ആർദ്ര ട്രേഡേഴ്സ് എഴുതി തന്നേക്കുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 50 × 40 2000, 30 × 25 750. അത് നമ്മൾ കൂട്ടി എഴുതുക. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യുക. 2750 6% കാണുമ്പോൾ 165 രൂപ ലെസ് ചെയ്ത് ഔട്ട് കോളത്തിലേക്ക് എഴുതുക. അതുപോലെ അഖില ട്രേഡേഴ്സ് 10 ടീ ബാഗ് അറ്റ് റേറ്റ് ₹120 1200 എഴുതുക. 20 pack ബിസ്ക്കറ്റ്സ് അറ്റ് റേറ്റ് ₹150 3000. ഇതിനെ നമ്മൾ കൂട്ടി 4200 എഴുതുക. ഈ ടോട്ടൽ എഴുതി വെക്കുക. ഇത്ര എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടാവുന്ന കേസേ ഉള്ളൂ. ഈ കോളം ഹെഡ് ശ്രദ്ധിക്കുക. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് ദി സപ്ലയർ, LF, എമൗണ്ട്. ഇത്രേ ഉള്ളൂ. അടുത്ത write any 3 causes of difference between cash book balance and passbook balance. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ എന്തുകൊണ്ട് ഡിഫറൻസ് വരുന്നു? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. അതിന്റെ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് പക്ഷേ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആർക്ക് ചെക്ക് കൊടുത്താൽ അയാൾ അത് ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തില്ല. അത് കാരണം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും, പാസ്ബുക്കിൽ എഴുതിയിട്ടില്ല. അതൊരു കാരണമാണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. നമ്മൾ ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു, പക്ഷേ പാസ്ബുക്കിൽ ഇത് ബാങ്കുകാരൻ ക്രെഡിറ്റ് കളക്ഷന് കൊടുത്തിട്ട് അക്കൗണ്ടിൽ പൈസ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇതുവരെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ. അടുത്തത് എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് അക്കൗണ്ട് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. നമ്മുടെ ഒരു കസ്റ്റമർ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഓൺലൈൻ വഴിയോ നേരിട്ടോ പൈസ അടച്ചു. അത് പാസ്ബുക്ക് രേഖപ്പെടുത്തി, ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തിയില്ല. അത് വേറൊരു കാരണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എക്സെട്ര കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. നമുക്ക് വേണ്ടി ബാങ്ക് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റോ അല്ലെ ഷെയറിന്റെ ഡിവിഡൻഡോ ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിന് ക്രെഡിറ്റ് തന്നു. പക്ഷെ നമ്മൾ ഇത് നമ്മുടെ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പോഴും ഡിഫറൻസ് വരാം. ഇൻട്രസ്റ്റ് അലൗഡ് ഓർ ചാർജ് ബാങ്ക് ചാർജസ് ബൈ ബാങ്ക് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്. ഇൻട്രസ്റ്റ് അലൗഡ് എന്നല്ല, ഇൻട്രസ്റ്റ് ചാർജ്. നമ്മളുടെ ഓവർ ഡ്രാഫ്റ്റിനുള്ള ഇൻട്രസ്റ്റ് ചാർജ് എന്നാണ്. ഇൻട്രസ്റ്റ് ചാർജ് ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ബാങ്ക് നമ്മളുടെ ഒരു ചാർജ് ഈടാക്കും. അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം പാസ്ബുക്കിൽ രേഖപ്പെടുത്തും, പക്ഷെ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളിത് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 2 ബുക്കും തമ്മിൽ ഡിഫറൻസ് വരാം. അന്നേരം കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചോദിക്കുന്നതാണ്, ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സാധാരണ അങ്ങനെ ചോദിക്കുന്നതല്ല, പക്ഷെ അത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അന്നേരം നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, നെറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, നെറ്റ് പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതുകൊണ്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നോക്കിയേ,
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അതേപോലെ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡാറ്റ എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അന്നേരം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നെറ്റ് സെയിൽസ്, അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. 1,10,000. ഒക്കെ 2 മിനിറ്റ് പോലും വേണ്ട. അടുത്ത എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതിനേക്കാൾ ഇവിടെ എളുപ്പമുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. കാരണം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സെല്ലിംഗ്, ഇവിടെ 2 ഐറ്റം തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും. അത് രണ്ടുമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വഴി, അല്ലാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് പലിശയോ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് operating profit. It is the profit earned through normal operating activities of the business. It is calculated by deducting operating expense from the gross profit. Operating expense include office and administrative expense, selling and distribution expense. Operating profit reflected the profitability of company's core business and does not account for extraordinary income or expense. എക്സ്ട്രാ അസാധാരണമായ എന്തെങ്കിലും വരുമാനം, നമുക്ക് സ്ഥലം വിറ്റോ അങ്ങനത്തെ വരുമാനം ഇതിൻ്റെ അകത്ത് പരിഗണിക്കാല. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രം കുറയ്ക്കുമ്പോഴാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ യഥാർത്ഥ ബിസിനസ് എന്താണ്, അതിന്റെ കോർ ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് നേടുന്ന ലാഭമാണ് കണ്ടെത്തുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നായിരുന്നു പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2 തന്നിട്ടുണ്ട്. അത് കൂട്ടുമ്പോൾ 60,000 വരും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ആയ 1,10,000 നിന്ന് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 50,000, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അടുത്ത ഐറ്റം ഡെറ്റേഴ്സ് ₹38,000, ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ₹2,500, provision for doubtful debts ₹3,000. Given items are balances as on 31/12/2021. ഇവയെല്ലാം 31/12/2021 ബാലൻസസ് ആണ്. ട്രയൽ ബാലൻസ് ഉള്ള ഐറ്റം ആണെന്ന് കരുതുക. അന്നേരം അന്നത്തെ ബാലൻസ് ആണ് ഇവയൊക്കെ. ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസിൽ 38,000 കൊടുത്തിട്ടുണ്ട്. ബാഡറ്റ്സ് 2,500, അതായത് ഓൾഡ് ബാഡറ്റ്സ് ആണെന്ന് അർത്ഥം. പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 3,000, അതും ഓൾഡ് പ്രൊവിഷൻ ആണ്. At the time of preparation of final account on 31/12/2021, it was noticed that further bad debts ₹1,500, new bad debts 1,500 ഉണ്ട്. It was decided to create provision of 5% on debtors. ഡെറ്റേഴ്സിന് ഒരു 5% പ്രൊവിഷനും കൂടെ അഡീഷണൽ, അതായത് ന്യൂ പ്രൊവിഷൻ 5% കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷോ ഹൗ ദീസ് ഐറ്റംസ് അപ്പിയർ ഇൻ ദി ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഇവ എങ്ങനെ കാണിക്കണം? അന്നേരം എങ്ങനെയാണ് ഇത് കാണിക്കേണ്ടത്? ബാഡറ്റ്സ്, ഓൾഡ് ബാഡറ്റ്സ് നമ്മൾ ആദ്യമേ എഴുതുക, അതായത് ട്രയൽ ബാലൻസ് തന്നേക്കുന്ന ബാഡറ്റ്സ് എഴുതുക. അതിനോടുകൂടി ബാഡറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ന്യൂ ബാഡറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാഡറ്റ്സ് 1,500 ഫർദർ ബാഡറ്റ്സ്, അതാണ് ന്യൂ ബാഡറ്റ്സ്. 1,500 കൂട്ടുക. അതിനോട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ന്യൂ എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തുന്നത് എങ്ങനെയാ? ഡെറ്റേഴ്സിൽ നിന്ന് ആദ്യമേ ഈ ന്യൂ ബാഡറ്റ്സ് കുറയ്ക്കണം. 38,000 നിന്ന് 1,500 കുറച്ചതിന്റെ 5% ആണ് കാണുന്നത്. അതായത് 38,000 നിന്ന് 1,500 രൂപ കുറയ്ക്കുക, അതിന്റെ 5% ആകുമ്പോൾ 1,825 കിട്ടും. ഇത് മൂന്നും കൂടെ കൂട്ടി ഇവിടെ തന്നെ എഴുതുക. അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 3,000 രൂപ ഓൾഡ് ഉണ്ട്, അത് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 2,825. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിലെ ഡെറ്റേഴ്സ് 38,000 എഴുതുക. അതിനോട് ന്യൂ ബാഡറ്റ്സും ന്യൂ പ്രൊവിഷനും അതിൽ നിന്ന് കുറയ്ക്കുക.
ന്യൂ ബാഡറ്റ്സ് എന്ന് പറഞ്ഞാൽ 1500, ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 1825. രണ്ടും കൂടെ കുറച്ച് എഴുതുക. ഒരെണ്ണം കുറച്ച് എഴുതി അതിൽ നിന്ന് അടുത്തതും കുറച്ച് എഴുതുമ്പോൾ 34,675 രൂപ. അടുത്ത ഐറ്റം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഡ്രോയിങ്സ്, കറണ്ട് അസറ്റ്. ഇവയെ പറ്റി ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം, എമൗണ്ട് ഓർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ് അല്ലെ എമൗണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അടുത്തത് എക്സ്പെൻസ്. ഇറ്റ് റെപ്രസെന്റ്സ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദ ബിസിനസ് ടു ഏൺ റവന്യൂ. റവന്യൂ നേടുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുക. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് റവന്യൂ നേടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജോലി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ട, അന്നേരം അവർക്ക് സാലറി കൊടുക്കുന്നത്. അല്ല ഒരു ബിൽഡിങ്, അതിന് ബിൽഡിങ് റെന്റിനെടുത്ത്, കാരണം നമ്മുടെ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ് വേണം, വാടകയ്ക്ക് എടുക്കുവാണെങ്കിൽ അതിന് റെന്റ് കൊടുക്കണം. റിപ്പയറിങ്, മിഷനറി റിപ്പയർ ചെയ്താലേ അത് റണ്ണിങ് കണ്ടീഷനിൽ വീണ്ടും ആവുകയുള്ളൂ. അതനുസരിച്ച് നേരം ഇങ്ങനെയുള്ള ഇതെല്ലാം എക്സ്പെൻസ് ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദ ബിസിനസ് ടു ഏൺ റവന്യൂ. റവന്യൂ നേടുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, അതാണ് എക്സ്പെൻസ്. അടുത്ത ഡ്രോയിങ്സ്. എമൗണ്ട് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഗുഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തുകയോ ഗുഡ്സോ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് പിൻവലിച്ച് അതിനെ ഡ്രോയിങ്സ് ആയിട്ട് പരിഗണിക്കും. കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിതിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാവുന്ന അസറ്റ്, അതാണ് കറണ്ട് അസറ്റ്. ക്യാഷ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇവയെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത മാച്ച് ദ ഫോളോയിങ് വെരിഫയബിൾ എവിഡൻസ്. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ഇവിടെ വൗച്ചർ ആണ്. ഏത് ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതിന് ഒരു തെളിവ് വേണം, അത് വൗച്ചർ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആണ്, അതിന്റെ പെയിൻ സ്ലിപ്പ്, കൗണ്ടർ ഫോയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത മെറ്റീരിയാലിറ്റി റെലവൻസ് അല്ലെ. ഇഗ്നോർ ഇൻസിഗ്നിഫിക്കന്റ് ഡീറ്റെയിൽസ്. അനാവശ്യമായ അപ്രസക്തമായ കാര്യങ്ങൾ ഒഴിവാക്കുക, മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം ഉൾക്കൊള്ളുക. അടുത്ത ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഫിക്സഡ് അസറ്റ് റെക്കോർഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീഷിയേറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഡിപ്രീസിയേഷന്റെ അടിസ്ഥാനം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. കാരണം ബിസിനസ് ദീർഘകാലം കാണുമെന്നും അതുകൊണ്ട് ഓരോ വർഷവും നിശ്ചിത തുക വെച്ച് എഴുതി തള്ളിയാൽ മതിയിൽ നിന്നും ഡിപ്രീസിയേഷൻ അത് വരാൻ കാരണം. അടുത്ത അക്കൗണ്ടിങ് ഇക്വേഷൻ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ് അതിന്റെ അടിസ്ഥാനം. അക്കൗണ്ടിങ് ഇക്വേഷന്റെ അടിസ്ഥാനം ആണ് ആൻസർ ആയിട്ടും കൊടുത്തേക്കുന്നത്. അടുത്ത ഐറ്റം റൈറ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ് ഇക്വേഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അവിടെ രണ്ട് ഐറ്റത്തിലാണ് മാറ്റം വരുന്നത്. ഒന്ന് ക്യാഷ് കൂടും, ക്യാപിറ്റലും കൂടും. അടുത്ത പർച്ചേസിന് മിഷനറി ₹30,000. ഇവിടെ ക്യാഷ് കുറയും 30,000, മിഷനറി എന്ന് പറഞ്ഞ ഒരു അസറ്റ് വരും 30,000. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് ഗുഡ്സ് മേടിച്ചു, അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടും, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലയബിലിറ്റി കൂടും. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹6,000 ഫോർ ക്യാഷ് ₹8,000. ഗുഡ്സ് വിറ്റു 6,000 രൂപ. നമ്മൾ മേടിച്ചപ്പോൾ 6,000 രൂപ ഉണ്ടായിരുന്ന ഗുഡ്സ് നമ്മൾ 8,000 രൂപയ്ക്ക് വിറ്റു. അതിന്റെ എഫക്ട് എന്തൊക്കെയാ? ഫോർ ക്യാഷിനാണ്. നമ്മളെ സംബന്ധിച്ച് ക്യാഷ് ബാലൻസ് 8,000 കൂടും, സ്റ്റോക്ക് 6,000 കുറയും. അന്നേരം സംഭവിക്കുന്ന എന്താ? ക്യാപിറ്റൽ 2,000 കൂടണം. കാരണം ഇൻകം ആണ്, ഒരു ലാഭം, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റം. അന്നേരം ഇതിന്റെ ഐറ്റം നോക്കാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അന്നേരം ക്യാഷ് ബാലൻസ് കൂടി, ക്യാപിറ്റൽ കൂടി. അടുത്ത മിഷനറി മേടിച്ചപ്പോൾ ക്യാഷ് ബാലൻസ് 30,000 കുറഞ്ഞു, മിഷനറി എന്ന് പറഞ്ഞ ഐറ്റം വന്നു. അന്നേരം ന്യൂ ഇക്വേഷൻ 50,000 മൈനസ് 30,000 വരുമ്പോൾ 20,000 നെറ്റ്. ഇവിടെ 30,000 വന്നു, 0 0 50,000 50,000. ഓക്കെ. അടുത്ത പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് ഗുഡ്സ് മേടിച്ചു 12,000 രൂപയുടെ ഗുഡ്സ്. അന്നേരം 12,000 രൂപയുടെ സ്റ്റോക്ക് കൂടി, 12,000 രൂപയുടെ ക്രെഡിറ്റ് ലയബിലിറ്റിയും കൂടി. ന്യൂ ഇക്വേഷൻ 20,000 മാറ്റമൊന്നുമില്ല, 30,000 മാറ്റമില്ല. 12,000 0 പ്ലസ് 12,000 12,000 0 plus 12,000 12,000 50,000 plus 0 50,000. Sold goods costing ₹6,000 for cash ₹8,000. 6,000 രൂപ കോസ്റ്റ് ഉള്ള ഗുഡ്സ് 8,000 രൂപയ്ക്ക് വിറ്റു. അതിപ്പോ നമുക്ക് ക്യാഷ് കിട്ടി 8,000. മിഷനറിയിൽ മാറ്റമില്ല, സ്റ്റോക്ക് 6,000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നതായിട്ട് കാണിക്കണം.
ക്രെഡിറ്റേഴ്സിന് മാറ്റമില്ല, ഇവിടെ 0 വരും. ക്യാപിറ്റലിൽ 2000 രൂപയുടെ വർധനവ്, കാരണം ഗുഡ്സ് വിറ്റപ്പോൾ 2000 രൂപ ലാഭം കിട്ടി. ലാഭം ക്യാപിറ്റലിനെ കൂട്ടുന്ന ഏറ്റവും 8,000, 28,000, 30,000 plus 0, 30,000, 12,000 minus 6,000, 6,000, 12,000, 50,000 plus 2,000, 52,000. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. കാര്യങ്ങൾ മനസ്സിലാക്കൽ വളരെ സിമ്പിൾ ആണ്. അടുത്തത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. വരയ്ക്കേണ്ട ഡേറ്റ് 31/3/2019. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ഇത്രയാണ് ഐറ്റം. നമ്മൾ ഇത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. നമുക്കിവിടെ ക്യാഷ് ബുക്ക് ബാലൻസിന് ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ, കാരണം പാസ്ബുക്കിന്റെ ബാലൻസ് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അന്നേരം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഡെപ്പോസിറ്റ് ബാലൻസ് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് ഏത് ബുക്കിൽ എഴുതി വെച്ചു? ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു. അതുവഴി ക്യാഷ് ബാലൻസ് കുറഞ്ഞു പോയി. നമുക്ക് പാസ്ബുക്കിന്റെ ഒപ്പാക്കാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അന്നേരം ആഡ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ നിന്ന് പ്ലസ് ഇവിടെ കൊടുത്ത് വെക്കുക. ഓക്കെ, അതേപോലെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ കളക്ട് ചെയ്തിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഏത് ബുക്കിൽ എഴുതി വെച്ച്? ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു. ക്യാഷ് ബുക്ക് കൂടി നിൽക്കുക, പാസ്ബുക്കിൽ മാറ്റവും വന്നിട്ടില്ല. പാസ്ബുക്കിന്റെ ഒപ്പാക്കാൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ചെക്ക് ഡെപ്പോസിറ്റഡ് എന്നുള്ള ഐറ്റം ലെസ് ചെയ്യണം. അത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ചാർജസ് ബാങ്ക് ഡെബിറ്റ് ചെയ്തു, പാസ്ബുക്കിൽ എഴുതി വെച്ചു. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കുക. ക്യാഷ് ബുക്ക് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ പാസ്ബുക്കിന്റെ ഒപ്പാക്കാൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അന്നേരം ഒരൈറ്റം ആഡ് ചെയ്യാനുണ്ട്, ബാക്കി 2 ഐറ്റം ലെസ് ചെയ്യാനും ആണ് ഉള്ളത്. ഓൾഡ് മെത്തേഡ് ആദ്യമേ വേണം നോക്കാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ എമൗണ്ട് കൊടുത്തിൽ എഴുതി. അതിനോട് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഐറ്റം ആണ് ഉള്ളത്. അത് ആഡ് ചെയ്തു, ഇവിടെ എഴുതി. അത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി വെച്ച് ഇത് തമ്മിൽ കൂട്ടി ഇവിടെ എഴുതി. ലെസ് ചെയ്യാനുള്ള ഐറ്റം ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ്, അത് ഇവിടെ എഴുതി. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്, അതും ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ആ 2 ഐറ്റം എഴുതി. ലെസ് ചെയ്യേണ്ട 2 ഐറ്റം കൂടെ ഇവിടെ നമ്മൾ കൂട്ടി ഇങ്ങോട്ട് എഴുതി. ഈ 5,500 നിന്ന് 2,550 ലെസ് ചെയ്തപ്പോൾ 3,050 കിട്ടി. ഇതായിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത് തന്നെ ന്യൂ മെത്തേഡ് അനുസരിച്ച് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് എല്ലാം പ്ലസ് കോളത്തിലാണ് എഴുതുന്നത്. ഡെപ്പോസിറ്റ് ബാലൻസ് പ്ലസ് കോളത്തിലും, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ മൈനസ് കോളത്തിലാണ് എഴുതുന്നത്. ഓക്കെ, ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെയാണോ ഓപ്പണിംഗ് ബാലൻസ്, ഡെപ്പോസിറ്റ് ബാലൻസ് എഴുതിയത്, എവിടെയാണോ നമ്മൾ ബാലൻസ് എഴുതിയത്, ഓവർ ഡ്രാഫ്റ്റ് ആണോ ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ എഴുതും, ഡെപ്പോസിറ്റ് ആണോ ഇവിടെ എഴുതും. എവിടെ ബാലൻസ് എഴുതിയോ അതിന്റെ താഴെ എഴുതുന്നതെല്ലാം ആഡ് ആവും, അതിന്റെ ഓപ്പോസിറ്റ് കോളത്തിൽ എഴുതുന്നതെല്ലാം ലെസ് ആവും. ഇവിടെ ഒരൈറ്റം ആയിരുന്നു ആഡ് ചെയ്യാണ്ടായിരുന്നു, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് എഴുതിന്റെ താഴെ എഴുതി വെച്ചു. അടുത്തത് ലെസ് ചെയ്യാനുള്ള ഐറ്റം എല്ലാം ബാലൻസ് എഴുതിന്റെ ഓപ്പോസിറ്റ് കോളത്തിൽ എഴുതി വെച്ചു. 2 ഐറ്റം ആണ്. അതിനുശേഷം ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണോ കൂടുതൽ നോക്കുക. ഇതിപ്പം പ്ലസ് സൈഡ് ആണ് കൂടുതൽ, അത് 5,500 എഴുതി. അത് തന്നെ ഇവിടെ എഴുതി. ഈ ഡിഫറൻസ് 3,050 എന്ന് കിട്ടി. അത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതി വെക്കുക. ഇങ്ങനെയാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. അടുത്തത് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ വാസ് പോസ്റ്റഡ് ടു അഖിൽ ₹4,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതി വെച്ചു. ഇവിടെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞത്. അതിനുശേഷം അത് അഖിലിന്റെ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തു പോയത്. അഖിലിന്റെ അക്കൗണ്ടിൽ ക്യാഷ് റിസീവ്ഡ്, അന്നേരം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അഖിൽ എന്നുള്ള എഫക്റ്റ് വന്നു. അതായത് അനാവശ്യമായ ക്രെഡിറ്റ് അഖിലിന് കിട്ടി, ആവശ്യമുള്ള ക്രെഡിറ്റ് അനിലിന് കിട്ടിയുമില്ല. അതുകൊണ്ട് അനിലിന് വേണ്ട ക്രെഡിറ്റ് അങ്ങോട്ട് കൊടുത്തേക്ക്, അഖിലിന്റെ ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. അന്നേരം അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു അനിൽസ് ക്യാപിറ്റൽ എന്നാണ് അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി. അടുത്ത പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ ₹2,000. പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ്, റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം പർച്ചേസ് ബുക്ക് വാസ് അണ്ടർകാസ്റ്റ് ബൈ ₹2,000. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? പർച്ചേസിന് ഡെബിറ്റ് ആണ്, അത് വീണ്ടും ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ ജേണൽ എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്താലേ അണ്ടർകാസ്റ്റ് ഇല്ലാതാവുള്ളൂ. ടു സസ്പെൻസ് എന്ന് കൊടുക്കും. ജേണൽ എൻട്രി എഴുതാനുള്ളപ്പം ജേണൽ എൻട്രി ആയിട്ട് തന്നെ എഴുതണമല്ലോ. അന്നേരം സസ്പെൻസ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് എന്ന് കൊടുക്കുക.
അടുത്ത റിപ്പയേഴ്സ് ഓൺ മിഷനറി ₹3,000 wrongly debited to മിഷനറി അക്കൗണ്ട്. മിഷനറിയുടെ റിപ്പയറിംഗ് ചാർജ് വരുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരുന്നു. അതിന് പകരം മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു. അന്നേരം അനാവശ്യമായ ഡെബിറ്റ് മിഷനറിക്ക് വന്നു. അത് ഇല്ലാതാക്കാൻ അതിനെ ക്രെഡിറ്റ് ചെയ്യുക, ആവശ്യമുള്ള ഡെബിറ്റ് റിപ്പയറിന് കൊടുക്കുകയും ചെയ്യുക. റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് വരും. അടുത്ത ഫർണിച്ചർ പർച്ചേസ്ഡ്. 5,000 രൂപയുടെ ഫർണിച്ചർ മേടിച്ചത് പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഫർണിച്ചർ മേടിച്ചത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നല്ലേ പറഞ്ഞത്. അതിന് പകരം പർച്ചേസ് അക്കൗണ്ട് എന്ന് വന്നാൽ അനാവശ്യമായ ഡെബിറ്റ് എന്തിനു വന്നു? പർച്ചേസിന് വന്നു. അത് ഇല്ലാതാക്കാൻ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക, അനാവശ്യമായ ഡെബിറ്റ് പർച്ചേസിനെ ഏത് ക്യാൻസൽ ആക്കാൻ അതിനെ ക്രെഡിറ്റും ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അടുത്ത ക്വസ്റ്റ്യൻ. AB ലിമിറ്റഡ് പർച്ചേസ്ഡ് എ പ്ലാന്റ് ഫോർ ₹4 lakh. 4 ലക്ഷം രൂപയുടെ പ്ലാന്റ് AB ലിമിറ്റഡ് മേടിച്ചു on 1/1/2018 and spent ₹50,000 for its installation. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി 50,000 രൂപ കൂടെ സ്പെൻഡ് ചെയ്തു. It is decided to depreciate 10% under written down value method. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ച്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ചാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. പ്ലാന്റ് അക്കൗണ്ട് 4 വർഷത്തെ പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4 വർഷത്തെ പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കേണ്ടതുണ്ട്. അന്നേരം ഇതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജസും കൂടെ കൂട്ടണം. അന്നേരം ടു ക്യാഷ്, പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം പ്ലസ് 50,000 രൂപ കൂടെ പ്ലാന്റ് അക്കൗണ്ടിലാണ് വരേണ്ടത്. അന്നേരം 4,50,000 രൂപയുടെ പ്ലാന്റ് മേടിച്ചു. 1 വർഷം കഴിയുമ്പോൾ ഡിപ്രീസിയേഷൻ, ബൈ ഡിപ്രീസിയേഷൻ 4,50,000 രൂപയുടെ 10% പറഞ്ഞാൽ 45,000 രൂപ ഡിപ്രീസിയേഷൻ. ഈ സൈഡാണ് കൂടുതൽ കൂട്ടി എഴുതി, അത് തന്നെ ഇങ്ങോട്ട് എഴുതി. 4,80,000 45,000 ഡിഫറൻസ് 4,05,000 കിട്ടി. അതിനെ ബാലൻസ് ക്യാറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 31/12/2018 എഴുതി. അടുത്ത വർഷം 1/1/2019 ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 4,05,000 തന്നെ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തു. പിന്നെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഡിപ്രീസിയേഷൻ. ഈ 4,05,000 ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് 4,05,000 പിന്നീട് വരുന്ന ബാലൻസിനാണ് ഡിപ്രീസിയേഷൻ കണ്ടത്. ഒരു ഓപ്പണിംഗ് ബാലൻസിനാണ് ഡിപ്രീസിയേഷൻ കണ്ടത്. 10% കണ്ടപ്പോൾ 40,500. ഇവിടെയും 4,05,000 ആണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ട് എഴുതി. 4,05,000 40,500 നമ്മൾ ഡിഫറൻസ് 3,64,500. അത് തന്നെ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തു. 1/1/2022 ബാലൻസ് ബ്രോ ഡൗൺ. ഇനി ഡിപ്രീസിയേഷൻ കണ്ട് ഈ തുകയ്ക്ക് 1 വർഷം കഴിയും. അന്നേരം അതിന് 10% ഡിപ്രീസിയേഷൻ കണ്ടപ്പോൾ 36,450. ഈ സൈഡ് തന്നെ കൂടുതൽ 3,64,500 എഴുതി, അത് തന്നെ ഇവിടെ എഴുതി. ഡിഫറൻസ് ഈ 3,28,850 അതിനെ ബാലൻസ് ക്യാറ്റ് ഡൗൺ എഴുതി. അടുത്ത കൊല്ലം വീണ്ടും ബ്രോ ഡൗൺ ചെയ്തു. ഇത് തന്നെ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തു. ഇതിന് ഇനി ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഈ തുകയ്ക്കാണ് കാണുന്നത്. 3,28,850 10% 32,805 കണ്ടു. കഴിഞ്ഞ് ബാലൻസ് ചെയ്തു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. 4 മാർക്ക് അല്ലെ? 4 മാർക്കല്ലേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഓക്കെ, അടുത്തത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 8 മാർക്കിന് ആൻസർ ഇനി 1 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 25, 26 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം ആൻസർ ചെയ്യണം. അതായത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കും പ്രോഫിറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആദ്യമേ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ 2 എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വേണം. ഡെബിറ്റ് സൈഡിനെ റെസിപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെന്റ് സൈഡ് എന്നും നമ്മൾക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് LF ക്യാഷ് ബാങ്ക്, ഡേറ്റ് പേയ്മെന്റ് LF ക്യാഷ് ബാങ്ക്, റെസിപ്റ്റ് പേയ്മെന്റ്സ്. ക്യാഷ് റെസിപ്റ്റ് ആണ് ക്യാഷ് കോളത്തിൽ എഴുതും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താണ് ബാങ്ക് കോളത്തിൽ എഴുതും. ക്യാഷ് ആയിട്ടാണ് നമ്മൾ പൈസ കൊടുത്തതെങ്കിൽ പേയ്മെന്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ എഴുതും. ചെക്ക് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ ബാങ്ക് കോളത്തിലും പേയ്മെന്റ്സ് എഴുതും. ഓക്കെ, ഇനി ആദ്യമേ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് 4,000, ക്യാഷ് അറ്റ് ബാങ്ക് 5,000 ഉണ്ട്. ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടതെന്ന് കാര്യം ശ്രദ്ധിക്കുക. ഡേറ്റ് ഇടുക, ഡെബിറ്റ് സൈഡിൽ എഴുതുക 4,000 5,000. അടുത്തത് സെയിൽസ് ക്യാഷ് സെയിൽസ് ആണ്. അന്നേരം ക്യാഷ് ബാലൻസ് കൂടി റെസീറ്റ്സ് ആണ് അല്ലെ? ക്യാഷ് കോളത്തിൽ എഴുതണം. സെയിൽസ് ക്യാഷ് അക്കൗണ്ട് ഡാറ്റ ടു സെയിൽസ് 20,000 എഴുതി. ഓക്കെ, ക്യാഷ് കോളത്തിൽ എഴുതി. അടുത്ത ചെക്ക് റിസീവ്ഡ് ഫ്രം നൗഷാദ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നൗഷാദിന്റെ ചെക്ക് കിട്ടി, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു.
അതിന്റെ നെറ്റ് എഫക്റ്റ് എന്താ? ഇവിടെ 2 ട്രാൻസാക്ഷൻ ആയിട്ട് വരാം, അത് ഒറ്റയായിട്ട് എഴുതിയാൽ മതി. അതായത് നൗഷാദിന്റെ നിന്ന് ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു നൗഷാദ് എന്നും, ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നും വരും. ക്യാഷും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്താ വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു നൗഷാദ്, ബാങ്കിലെ ബാലൻസ് 6000 രൂപ കൂടും എന്നാണ് വരേണ്ടത്. ടു നൗഷാദ് 6000 ഇത്ര എഴുതിയാൽ അതിന്റെ കാര്യം പൂർത്തിയായി. ടു നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുത്തിൽ 6000. അടുത്ത ഷൈൻ എ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് അക്കൗണ്ട്. ഷൈൻ ഒരു കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അന്നേരം ബാങ്കിലെ ബാലൻസ് കൂടി അല്ലെ? ബാങ്കിനെ സംബന്ധിച്ച റെസിപ്റ്റ് ബാങ്ക് കോളത്തിൽ കൂടുന്നതായിട്ട് കാണിക്കണം 6-ാം തീയതി. ഷൈൻ 3000 രൂപ ബാങ്ക് കോളത്തിൽ കൂടുന്നതായിട്ട് കാണിച്ചു. അടുത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ക്യാഷും ബാങ്കും വരും കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, അന്നേരം ബാങ്കിനെ സംബന്ധിച്ച് റെസിപ്റ്റ് സൈഡിൽ വരും, ക്യാഷിനെ സംബന്ധിച്ച് പേയ്മെന്റ് സൈഡിലും വരും. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയല്ലോ, അന്നേരം ബാങ്ക് കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ 4000 വരും, ക്യാഷ് കോളത്തിൽ പേയ്മെന്റ് സൈഡിൽ 4000 വരും. ബാങ്ക് കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ 4000 വന്നു, ക്യാഷ് കോളത്തിൽ പേയ്മെന്റ് സൈഡിൽ 1000 വന്നു. അന്നേരം ബാങ്കിൽ ഡെപ്പോസിറ്റ് വന്നപ്പോൾ ബാങ്കിലെ ബാലൻസ് കൂടി, ക്യാഷ് ബാലൻസ് കുറഞ്ഞു. കോൺട്രാ സി മാർക്കും കൊടുക്കണേ 10-ാം തീയതിയിലെ ട്രാൻസാക്ഷനിൽ. അടുത്തത് പർച്ചേസസ്. 4500 രൂപയുടെ പർച്ചേസ് നടത്തി ക്യാഷ് പോയി. ക്യാഷിനെ സംബന്ധിച്ച് പേയ്മെന്റ് അല്ലേ? അന്നേരം ക്രെഡിറ്റ് സൈഡ് വരും അല്ലേ? ക്യാഷ് കോളത്തിൽ 4500 രൂപ പേയ്മെന്റ് സൈഡിൽ വരും. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, പേയ്മെന്റ് സൈഡിൽ 4500 പർച്ചേസ് എഴുതണം. അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്യാഷും ബാങ്കും വരും കോൺട്രയാണ്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ച, അന്നേരം ക്യാഷിന്റെ റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ എഴുതണം, പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ എഴുതണം. കോൺട്ര 16-ാം തീയതി റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ ഇവിടെ ബാങ്കിൽ നിന്ന് എഴുതും, സി മാർക്ക് ചെയ്തു. അല്ലെങ്കിൽ ജേണൽ എൻട്രി അങ്ങനെ വരും. ജേണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയാ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാങ്ക്. പക്ഷെ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലും ലെഡ്ജറും കൂടെ കൂടുന്നതാണ്. അന്നേരം ഇതിന്റെ ജേണൽ എൻട്രി എഴുതിയിട്ട് പോസ്റ്റിംഗ് ഇല്ല, നമ്മുടെ മനസ്സിൽ വേണം ഇങ്ങനെ ആലോചിച്ച് എഴുതാമെന്ന് മാത്രം. ഇത് ജേണലുമാണ് ലെഡ്ജറുമാണ്. ഓക്കെ. അടുത്തത് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ബാങ്കിൽ നിന്നല്ല, ബിസിനസ്സിൽ നിന്നാണ് പൈസ പിൻവലിച്ചത്. കാരണം ക്യാഷിനെ സംബന്ധിച്ച് പേയ്മെന്റ് ആണ്. ക്യാഷ് ബാലൻസ് കുറയണം 3000 രൂപ, പേയ്മെന്റ് സൈഡിൽ എഴുതണം 3000 രൂപ. ഡ്രോയിങ്സ് ക്യാഷ് കോളത്തിൽ എഴുതണം. അടുത്ത കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ കിട്ടി, ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്, നേരം ക്യാഷ് റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ 1000 രൂപ വരും. കമ്മീഷൻ ക്യാഷ് കോളത്തിൽ 1000 രൂപ. ഓക്കെ. അടുത്തത് റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. റെന്റ് നമ്മൾ കൊടുത്തു, ചെക്ക് വഴിയാ കൊടുത്തത്, അന്നേരം ബാങ്കിലെ ബാലൻസ് കുറയുന്നതായിട്ട് കാണിക്കണം. ബാങ്കിനെ സംബന്ധിച്ച് പേയ്മെന്റ് ബൈ റെന്റ് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് സൈഡിൽ വരും. റെന്റ് പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ വരും. അടുത്തത് സാലറി പെയ്ഡ്. സാലറി ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, അന്നേരം പേയ്മെന്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ സാലറി, ക്യാഷ് കോളത്തിൽ സാലറി എന്ന് എഴുതണം. അല്ല ജേണൽ എൻട്രി ഓർക്കുന്നവര് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് ക്രെഡിറ്റ് കോളത്തിൽ ബൈ സാലറി എന്ന് വരും. ഓക്കെ. ഇത്രയാണ് ഐറ്റംസ് ഉള്ളത്. അന്നേരം ഈ ഐറ്റംസ് ആദ്യമേ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, പിന്നെ ക്യാഷിനെ സംബന്ധിച്ച് റെസിപ്റ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് കോളത്തിൽ എഴുതി, ക്യാഷിനെ സംബന്ധിച്ച് പേയ്മെന്റ് നടന്നിട്ടുണ്ട് പേയ്മെന്റ് സൈഡിൽ എഴുതി, ബാങ്കിനെ സംബന്ധിച്ച് റെസിപ്റ്റ് നടന്നിട്ടുണ്ട് റെസിപ്റ്റ് സൈഡിൽ എഴുതി, ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് പേയ്മെന്റ് സൈഡിൽ എഴുതി. അതിനുശേഷം ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ക്യാഷിനെ സംബന്ധിച്ച് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 30,000 എഴുതി, അത് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതി. ഇതിന്റെ ഡിഫറൻസ് 12,500 രൂപ വന്നു, അത് ബാലൻസ് ക്യാഷ് ഡൗൺ എന്ന് എഴുതി. ബാങ്ക് കോളത്തിന്റെയും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 18,000 എഴുതി, അത് തന്നെ ഇവിടെ എഴുതി. ഇതിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ 11,500 ഡിഫറൻസ് കിട്ടി, അത് ബാലൻസ് ക്യാഷ് ഡൗൺ. ഇവിടെ അടുത്ത ഡേറ്റിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ. ഇത്ര എഴുതിയാൽ 8 മാർക്ക്. അടുത്ത ഐറ്റം പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്
from the given trial balance as on 31st/12/2020. Trial balance opening stock തന്നിട്ടുണ്ട്. 1/1/2020 എന്ന് പറയുന്ന ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, വേജസ്, സാലറി, carriage inwards, carriage outwards, missionary, debtors, bardets, advertisement, capital, creditors, furniture. ഇവിടെ അങ്ങനെ പ്രത്യേകതയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല, നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളൂ. അഡീഷണൽ ഇൻഫർമേഷൻ, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ബാഡറ്റ്സ്, അഡീഷണൽ ബാഡറ്റ്സ് ഉണ്ട്, ന്യൂ ബാഡറ്റ്സ് ഉണ്ട്. 2/3 ഓഫ് അഡ്വർടൈസ്മെന്റ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പോലെയുള്ള ഒരു ഐറ്റമായിട്ടാണ് ഇത്. അതായത് ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് നമ്മളിവിടെ 30,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2/3 നെക്സ്റ്റ് ഇയറിലേക്ക്. അതായത് ഈ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ചിലപ്പോൾ ചില പരസ്യ ബോർഡുകളൊക്കെ വെക്കുന്നതാണെങ്കില് ചില ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള അതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ 3-4 വർഷത്തേക്ക് ആ പരസ്യ ബോർഡ് അവിടെ കാണും. അന്നേരം ഓരോ ഇതിപ്പോ അതിനുവേണ്ടി വരുന്ന ചെലവ് മുഴുവൻ ആ വർഷത്തേതായിട്ട് തന്നെ കാണിക്കുന്നത് ന്യായമല്ല. അത് പല വർഷത്തേതായിട്ട് കാണിക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ 30,000 രൂപ ഈ വർഷം അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ 2/3 അടുത്ത വർഷത്തേക്ക് കാണിക്കാനാണ് പറഞ്ഞത്. അന്നേരം 1/3 ആയ 10,000 മാത്രമേ 30,000ന്റെ 1/3 മാത്രമേ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുള്ളൂ. 2/3 എന്ന് പറയുന്ന 20,000 രൂപ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്രീസിയേഷൻ, മിഷനറിക്ക് 10% ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫർണിച്ചറിന് 5% ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് പലിശ കൊടുക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ച ഒരു എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. ബാലൻസ് ഷീറ്റില് ക്യാപിറ്റലിനോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂട്ടി കാണിക്കുകയും വേണം. ഇത്രയും ഐറ്റമാണ് ഉള്ളത്. ഓക്കെ, നേരം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31/12/2020. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, വേജസ് ഡാറ്റ എക്സ്പെൻസ് ആയതുകൊണ്ട് എഴുതി, ക്യാരേജ് ഇൻവേർഡ്സ് ഡാറ്റ എക്സ്പെൻസ് ആയതുകൊണ്ട് എഴുതി, ക്യാരേജ് ഔട്ട്വേർഡ്സ് ഇൻഡാറ്റ ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര എഴുതി. അത് കഴിയുമ്പോൾ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, 2,05,000. അത് തന്നെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി. ഡിഫറൻസ് 74,000 വന്നു. അതിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എഴുതി. ആ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ നമ്മൾ ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തു. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സാലറി ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സാലറി തന്നെ എടുത്തെഴുതി. സാലറി കണ്ടു, സാലറി. അതേപോലെ ഓരോ ഐറ്റവും നോക്കി എഴുതുക. ക്യാരേജ് ഔട്ട്വേർഡ്സ് എഴുതി. ബാഡറ്റ്സ് ക്വസ്റ്റ്യനിൽ ഓൾഡ് ബാഡറ്റ്സ് 3,000 ഉണ്ട്, ന്യൂ ബാഡറ്റ്സ് 1,200 ഉണ്ട്. ഓക്കെ, നേരം ബാഡറ്റ്സ് ഓൾഡ്, അതിനോടുകൂടി ബാഡറ്റ്സ് ന്യൂ 4,200 എഴുതി. അഡ്വർടൈസ്മെന്റ് ഞാൻ പറഞ്ഞായിരുന്നു 2/3 അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ്. അന്നേരം 1/3 മാത്രമേ ഈ വർഷത്തേ ഉള്ളൂ. അന്നേരം 1/3 അഡ്വർടൈസ്മെന്റ് 1/3 30,000ന്റെ 1/3 എന്ന് പറയുന്ന 10,000 എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ 60,000 ആണ്. അതിന്റെ 6% 3,600 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് എഴുതി. ഡിപ്രീസിയേഷൻ മിഷനറിക്ക് 10%, ഫർണിച്ചറിന് 5%. മിഷനറിക്ക് 35,000ന്റെ 10% 3,500. ഫർണിച്ചറിന് എത്രയാണ്? ഫർണിച്ചർ 18,000 5%. ആ ഡിപ്രീസിയേഷൻ കണ്ട് നമ്മൾ എഴുതി. 18,000 5% 900 റുപ്പീസും മറ്റേത് 3,500 ടോട്ടൽ ഇവിടെ എഴുതി. അതിനുശേഷം ഏത് സൈഡാണ് കൂടുതൽ നോക്കി. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കൂടുതൽ, 74,000. അത് തന്നെ ഇങ്ങോട്ട് എഴുതി. ഡിഫറൻസ് നോക്കുമ്പോൾ 24,800 ഇതിനെ വിളിക്കുന്നവരാണ് നെറ്റ് പ്രോഫിറ്റ്. ക്യാപിറ്റലിനോടുകൂടി കൂട്ടി കാണിക്കണം. നെറ്റ് ലോസ് ആണ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇനി ഡെറ്റേഴ്സിന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 26,000. ഡെറ്റേഴ്സ് 26,000. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ബാഡറ്റ്സ് ഉണ്ട്, ന്യൂ ബാഡറ്റ്സ് ഉണ്ടായാലും ന്യൂ പ്രൊവിഷൻ ഉണ്ടായാലും കുറയ്ക്കണം. ഇവിടെ ന്യൂ ബാഡറ്റ്സ് മാത്രമേ ഉള്ളൂ, അത് കുറച്ച് എഴുതി. ഡെറ്റേഴ്സിൽ നിന്ന് ബാഡറ്റ്സ് 1,200 രൂപ ലെസ് ചെയ്ത് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടിടത്ത് എഴുതണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിലും എഴുതണം. മിഷനറി 35,000 ഇന്നർ കോളത്തിൽ എഴുതി. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 3,500 രൂപ ലെസ് എഴുതി. ഫർണിച്ചർ 18,000 ഇന്നർ കോളത്തിൽ എഴുതി. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് എഴുതി.
അഡ്വർടൈസ്മെന്റ് കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2/3 ഓഫ് ദി അഡ്വർടൈസ്മെന്റ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ആ 2/3 ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അന്നേരം അഡ്വർടൈസ്മെന്റ് ബെനിഫിറ്റ് അടുത്ത കൊല്ലത്തേക്കുള്ളതിന്റെ, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഒരു വർഷത്തെ എഴുതി ഈ വർഷത്തെ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അസറ്റ് സൈഡിൽ അഡ്വർടൈസ്മെന്റ് 30,000 2/3 എന്ന് പറയുന്ന 20,000 വരും. അടുത്ത ക്രെഡിറ്റേഴ്സ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് തന്നെ എടുത്തെഴുതി. ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ക്യാപിറ്റൽ ആദ്യമേ ഇന്നർ കോളത്തിൽ എഴുതി. അതിനോടുകൂടി ഏതൊക്കെ ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,600 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ നെറ്റ് പ്രോഫിറ്റും 24,800 ആഡ് ചെയ്യണം. 88,400. രണ്ട് സൈഡിന്റെയും ടോട്ടൽ 98,400. Here advertisement is deferred, considered as deferred revenue expenditure. Therefore, 1/3 of the advertisement is written off in profit and loss account, and 2/3 is to be shown in the asset side of the balance sheet. 1/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. 2/3 ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. സ്റ്റഡി മെറ്റീരിയൽസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്താൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ +1 അക്കൗണ്ടൻസിയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. +2 അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, +2 ബിസിനസ് സ്റ്റഡീസ്, എല്ലാത്തിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ.